രാജ്യം വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിൻ്റെ പ്രാധാന്യം ഈ പൊതുതെരഞ്ഞെടുപ്പിലും ഏറെ വലുതാണ്. നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ തട്ടകമായ ഗുജറാത്ത് ഇത്തവണയും രാജ്യത്തിൻ്റെ പൊതുതെരഞ്ഞെടുപ്പിന് ഏറെ നിർണായകമായ സ്ഥാനമാകും നൽകുക. ഗുജറാത്തിലാകെയുള്ളത് 26 ലോക്സഭാ സീറ്റുകളാണ്. 26 ലോക്സഭാ സീറ്റുകളിൽ 26 എണ്ണവും നേടിയാണ് BJP 2014 അവരുടെ വരവറിയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ 26 പ്രതിനിധികളെയാണ് ഗുജറാത്ത് 2014 വിജയിപ്പിച്ചത്. എന്നാൽ 2019 സാഹചര്യം എത്തുമ്പോൾ പഴയതുപോലെ BJPയുടെ താമരയ്ക്ക് വിരിയാൻ പാകത്തിൽ ഗുജറാത്തിൽ വലിയ പ്രതിബദ്ധങ്ങളുണ്ട് എന്നതാണ് യഥാർത്ഥ വസ്തുത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 3 അക്കത്തിന് താഴെ മാത്രം അധികാരത്തിൽ തിരിച്ചെത്തിയത് മുതലുള്ള വിഷയങ്ങൾ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏറെ സങ്കീർണമായ സാഹചര്യങ്ങൾ ഗുജറാത്തിലേക്കുറി സമ്മാനിക്കുന്നു. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അടിയൊഴുക്കുകളെ അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു പ്രതിപക്ഷ നിര ഗുജറാത്തിൽ ഇല്ലാത്തത് ഗുജറാത്ത് എന്ന സംസ്ഥാനത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ സാധ്യതയെയും ചോദ്യം ചെയ്യുന്നതാണ്. രാഷ്ട്രീയ വികസന വിഷയങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയ ചർച്ചയാകുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിൽ ഈ വിഷയങ്ങൾക്കൊപ്പം ഇത്തവണ ഏറെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാകും സാമുദായിക ഘടകങ്ങളുടെ ധ്രുവീകരണം. സാമുദായിക ഘടകങ്ങളുടെ ധ്രുവീകരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിധത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴും സാഹചര്യം അതേ വിധത്തിൽ തന്നെ തുടരുന്നു എന്നതാണ് ഗുജറാത്തിൽ നിന്നുള്ള ചിത്രം നമുക്ക് ബോധ്യപ്പെടുന്നത്. 51% OBC ജനവിഭാഗങ്ങളുടെ ഗുജറാത്തിലെ അംഗബലം. അതുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങളും ഗുജറാത്തിൽ OBC വിഭാഗത്തെ കൂടെ നിർത്താൻ ആവശ്യമായ തന്ത്രങ്ങൾ ഇതിനകം പണിപ്പുരയിൽ തയ്യാറാക്കി കഴിഞ്ഞു. അതേസമയം പട്ടിദാർ വിഭാഗമടക്കമുള്ളവരെ കൂടെ നിർത്താനായിട്ടുള്ള തന്ത്രങ്ങൾ BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടിദാർ അടക്കമുള്ള വിഭാഗങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ BJPക്ക് വിവിധ മേഖലകളിൽ വലിയ തിരിച്ചടികൾക്ക് കാരണമാവുകയും ചെയ്തു. ഈ തിരിച്ചടിവിൽ നിന്നുള്ള തിരിച്ചറിവ് BJP ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ വലിയ തന്ത്രങ്ങളാണ് അവർ ആസൂത്രണം ചെയ്ത് പ്രവൃത്തിപഥത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും പട്ടിദാർ അടക്കമുള്ള വിഭാഗങ്ങളെ കൂടെ നിർത്താനായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ്. അമിത്ഷാ നരേന്ദ്രമോദി തന്ത്രങ്ങൾ തന്നെയാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഗുജറാത്തിൽ BJPയെ നയിക്കുക. ശങ്കർ സിംഗ് വഗേലയുടെ തണുത്ത തന്ത്രങ്ങളാകില്ല ഇത്തവണത്തെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ നിരയെ നയിക്കുക എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ജിഗ്നേഷ് മെഹ്വാനി, അൽപേഷ്, ഹാർദിക് പട്ടേൽ തുടങ്ങിയിട്ടുള്ളവർ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നിര കോൺഗ്രസിനോടൊപ്പം ചേരുമ്പോൾ സംസ്ഥാനത്ത് മത്സരം പ്രവചനാതീതമായി മാറുമെന്നും വാശിയേറിയതായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. യുവാക്കളെ കൂടുതൽ രംഗത്തിറക്കി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതേ തന്ത്രം മറുവിഭാഗത്ത് BJP ഉയർത്തിക്കൊണ്ടുവന്ന വികസന ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് നേടിയെടുക്കുവാനാണ് പ്രതിപക്ഷ വിഭാഗവും ശ്രമിക്കുന്നത്. ഗുജറാത്തിനെ സംബന്ധിച്ച് 26 സീറ്റുകളിലും ഇത്തവണ നടക്കുന്നത് അഭിമാന പോരാട്ടമായിരിക്കും ഇരു വിഭാഗങ്ങൾക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രതിപക്ഷം 26 സീറ്റുകൾ ലക്ഷ്യമിടുമ്പോൾ 26 സീറ്റുകളിൽ 26 നിലനിർത്താനാണ് BJPയുടെ ശ്രമം. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഗുജറാത്തിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരിക്കും. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തുടർച്ചയായി 4 ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം പ്രചരണങ്ങളിൽ പങ്കെടുത്തത്. BJPയെ സംബന്ധിച്ച് അവരുടെ നിലപാടുകൾ, അവരുടെ വിജയപ്രതീക്ഷ ഒക്കെ പ്രധാനമന്ത്രിയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഇതിനുള്ള മറുപടി നൽകാൻ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും വിപുലമായിട്ടുള്ള പ്രചരണ തന്ത്രങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ ഗുജറാത്തിൽ ആരംഭിക്കുന്നത്. രാഹുൽ ഗാന്ധി നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ ഗുജറാത്തിൽ വരും ദിവസങ്ങളിൽ പങ്കെടുക്കും. അതായത് പ്രഖ്യാപനത്തിന് ഇനിയും ദിവസങ്ങളുണ്ടെങ്കിലും ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതുവരെയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഏറെ ശക്തമായിട്ടുള്ള പോരാട്ടം ഗുജറാത്തിൽ ഇക്കുറി ഉണ്ടാകും. ഗുജറാത്തിലെ 26 സീറ്റുകളിൽ വിജയിക്കുന്നതാര്, പരാജയപ്പെടുന്നതാര് എന്നുള്ളവ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാകും രാജ്യത്തെ സംബന്ധിച്ച്.